കേരളത്തിനായി പിരിച്ച പ്രളയ ഫണ്ട് വകമാറ്റിയ ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തം. ബോർഡിന്റെ നടപടി ഞെട്ടിക്കുന്നതാണെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. കേരളത്തിനായി പിരിച്ച 2012 പ്രളയ ഫണ്ട് ഇന്ത്യൻ സ്കൂൾ വകമാറ്റിയ നടപടിക്കെതിരെ രക്ഷിതാക്കളിലും പ്രവാസി സമൂഹത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ബോർഡിന്റെ നടപടി ഞെട്ടിക്കുന്നതാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. നടന്നത് ബോർഡിന്റെ തന്നിഷ്ടമാണെന്നും രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. തന്നിഷ്ടമനുസരിച്ച് അവർ വകമാറ്റി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തുക ഉപയോഗിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കാൻ സാധിച്ചത്. ഇത് യാതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാവുന്നതല്ല. ഇത് കൃത്യവിലോപമാണെന്നും ഉത്തരവാദിത്തമില്ലായ്മയാണെന്നും ഭരണത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വീഴ്ചയാണോ എന്നുള്ളത് നമുക്ക് രക്ഷകർത്താക്കൾക്ക് നിസ്സങ്കേതം നമുക്ക് പറയാൻ സാധിക്കും. പ്രളയ ഫണ്ട് വകമാറ്റിയതിലൂടെ വിദ്യാർത്ഥികൾക്ക് എന്ത് സന്ദേശമാണ് ബോർഡ് നൽകുന്നതെന്നും രക്ഷിതാക്കൾ ചോദിക്കുന്നുണ്ട്. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് സമാഹരിച്ച തുക ഇന്ത്യൻ സ്കൂൾ ബോർഡ് വകമാറ്റി ചെലവഴിച്ചത് വളരെ പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ്. ഇത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് നൽകുന്നത്. കേരളത്തിലെ പ്രളയത്തിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായാണ് ഒമാനിലെ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തുക പിരിച്ചെടുത്തത്. നിലവിൽ ഇന്ത്യൻ സ്കൂളുകളിലെ വിവിധ ആവശ്യങ്ങൾക്കായി തുക ചെലവഴിച്ചെന്നും ബോർഡ് ചെയർമാൻ സെയ്ദ് സൽമാൻ കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തിയത്. ഏകദേശം 23,000 റിയാലാണ് പിരിച്ചെടുത്തത്. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെ അനുമതിയോടെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബാണ് പ്രളയ ഫണ്ട് ശേഖരണത്തിന് മുന്നിൽ നിന്നത്. മീഡിയ 1 മസ്കത്ത്.